പരിശോധന ചിലർക്ക് മനസ്സംതൃപ്തി നൽകും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് പിണറായി വിജയന്റെ വാക്കുകൾ. രാഷ്ട്രീയപരമായ നീക്കം തന്നെയാണെന്ന് പിണറായി പറയുന്നത്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ തൽക്കാലം ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറായില്ല. ഇതൊരു തുടക്കം മാത്രം, തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഇത്രയും അധികം നേതാക്കൾ അവിടെ ഉണ്ടായിട്ടും പ്രവർത്തകരോട് എന്തിന് ഈ ഒരു പ്രതിഷേധത്തിന് തയ്യാറാകണം എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പ്രവർത്തകരോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും അവിടെ ആരും ഉണ്ടായില്ല എന്നുള്ളത് ഖേദമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടെയുണ്ട്, കടകംപള്ളി സുരേന്ദ്രനുണ്ട്. അവിടെ പ്രധാനപ്പെട്ട പല നേതാക്കളും അവിടെ ഉണ്ടായിട്ട് പോലും ഇങ്ങനൊരു അക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പ്രവർത്തകരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാമായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ ഓക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ നേരിടേണ്ടി വന്നത് ഈ ഒരു സാഹചര്യം കൂടിയാണ്, അവരുടെ തകർക്കുന്ന സാഹചര്യം. ശരി, നമുക്ക് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാക്കുകളിലേക്ക് ഒന്ന് എടുക്കും. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. നിങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.